കോഴിക്കോട്ടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിനെതിരെ നിക്ഷേപ തട്ടിപ്പ് ആരോപിച്ച് ജീവനക്കാർ കോടികൾ തട്ടിയെന്ന പരാതി സ്വിസ് ബാങ്ക് നിധി കമ്പനിക്കെതിരെ കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖിന്റെ ഭാര്യയ്ക്ക് പങ്കെന്നും ആരോപണം. കോഴിക്കോട് നടക്കാവാസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വിസ് ബാങ്ക് എന്ന നിധി കമ്പനിക്കെതിരെയാണ് ജീവനക്കാർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ജീവനക്കാരിൽ നിന്നടക്കം നിക്ഷേപം സ്വീകരിച്ച ശേഷം മടക്കി നൽകുന്നില്ലെന്നാണ് പരാതി. സ്വിസ് ബാങ്ക് എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് ബാങ്കാണ്. TIG നിധി ലിമിറ്റഡ് കീഴിൽ വരുന്ന ബാങ്കാണ്. അതിൽ ഇപ്പോൾ ഏകദേശം ഒരു 20 കോടി രൂപയുടെ തട്ടിപ്പാണ് ഏകദേശം നടത്തുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഒരു 3000-ലധികം ആളുകളുടെ അടുത്തുനിന്ന് സ്റ്റാഫിൻ്റെ അടുത്താണെങ്കിൽ ജോലി വാഗ്ദാനം ചെയ്തിട്ട് FD വാങ്ങുക, പിന്നെ അതേമാതിരി ഫോഴ്സ് ചെയ്തിട്ട് ഓരോ മാസം ടാർഗറ്റ് കൊടുത്തിട്ട് FD വാങ്ങുക, അത് അച്ചീവ് ചെയ്തില്ലെങ്കിൽ 20% സാലറി കട്ട് ചെയ്യും. പിന്നെ ഡെയിലി കളക്ഷൻ്റെ ഇതിലാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ഓരോ മാസം ഇത്ര പുതിയ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ഇതുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തം 3000-ലധികം ആളുകളുടെ അടുത്തുനിന്ന് 20 കോടി രൂപയുടെ അഴിമതി നടത്തുന്നത് വിചാരിക്കുന്നത്. പണം തിരികെ ആവശ്യപ്പെടുമ്പോൾ സമയം നീട്ടി ചോദിക്കും. ഞങ്ങൾ FD ചോദിച്ചു വരുന്ന സമയത്ത് പറഞ്ഞത് അവർക്ക് കുറച്ചും കൂടെ സമയം വേണം. അതായത് അവരിപ്പോൾ നാട്ടിലില്ല, അവർ വന്നതിന് ശേഷം നമുക്ക് സെറ്റിൽമെൻറ്റ് ചെയ്യുക, കാര്യങ്ങൾ വന്നിട്ടുണ്ടാവുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഒരാഴ്ച 2 ആഴ്ച വെയിറ്റ് ചെയ്ത് ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ഥാപനവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖിന്റെ ഭാര്യയ്ക്കെതിരെയും ജീവനക്കാർ ആരോപണം ഉന്നയിക്കുന്നു. ഇതിൽ വരുന്ന ടി സിദ്ദിഖിൻ്റെ വൈഫുണ്ട്, ഇവിടെ ബോർഡ് മെമ്പറാണ്. അവർ ഷറഫുന്നീസ് പറഞ്ഞിട്ടുള്ള അവർ 35 ലക്ഷം രൂപ അവിടെ ബാങ്കിൽ തരാനുണ്ട്. ഇവിടെ നിന്ന് എടുത്താണ് നിക്ഷേപം 35 രൂപ എടുത്ത പൈസയാണത്. അവരൊരു മുസ്ലിം ബാങ്ക് എന്നുള്ള രീതിയിൽ FBയിൽ ലൈവ് കാര്യങ്ങളും പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് മുസ്ലിം ഇൻഡസ്ട്രി ഫ്രീ ലോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുസ്ലിം ബാങ്ക് നല്ല ചെയ്തിട്ടുണ്ട്. സ്ഥാപനം ഉടമ വസീം തുണ്ടിക്കോട് അടക്കമുള്ളവർക്കെതിരെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കും നടക്കാവ് പോലീസിനും ജീവനക്കാർ പരാതി നൽകി. സാലറി കട്ടിംഗ് ഭീഷണി ഭയന്ന ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കൊണ്ട് ലക്ഷങ്ങൾ നിക്ഷേപിച്ചവരാണ് പണം തിരികെ ലഭിക്കാതെ വന്നതോടെ പോലീസിനെ സമീപിച്ചത്. പരാതിയിൽ നടക്കാവ് പോലീസ് പ്രാഥമിക പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനാണ് തീരുമാനം. ജനം, കോഴിക്കോട്.